കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ SIR നീട്ടണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്ന് തന്നെയാണ്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ A. ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന നവംബർ മാസങ്ങളിൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ നടക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കറും ഒപ്പം തന്നെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ A. ഷാജഹാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന നവംബർ ഡിസംബറിൽ മാസങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ഒരു ആവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസറായ രത്തൻ കേൽക്കർ ഉൾപ്പെടെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നത്. അത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട് അതിൽ അറിയേണ്ടതുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ത് നിലപാടായിരിക്കും അതിൽ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും കേന്ദ്രത്തിൻ്റെ നിലപാട് എന്നനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് SIRമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്. ഏതായാലും ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ SIRമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ LDF കൺവീനറും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നേരത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ LDF കൺവീനർ പറയുന്നത് ഈ വിഷയത്തിൽ പറഞ്ഞത് തന്നെയാണ്. അതായത് SIRൽ പറഞ്ഞത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തീരുമാനം സ്വാഗതാർഹമെന്ന് തന്നെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് കൂടി അറിയേണ്ടതുണ്ട്. അതായത് ഈ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ദിവസം SIRമായി വന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിലപാട് എന്തായിരിക്കും, ഈ വിഷയത്തിൽ എന്തായിരിക്കുമെന്ന് അറിയേണ്ടതുണ്ടെന്ന് അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. SIRനെതിരെ ഈ UDF ആണ് ഒരു സംയുക്തമായ പ്രക്ഷോഭത്തിന് UDF നിൽക്കുന്നില്ല എന്നാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. അത് അത്തരത്തിലൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കും. ഒപ്പം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് SIRമായി ബന്ധപ്പെട്ട് നിരവധി പേർ പുറത്തായി എന്നുള്ള കാര്യം നേരത്തെ തന്നെ അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നേരത്തെ തന്നെ CPM നിലപാട് വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ PMS സലാം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMS സലാമും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. ഈ SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിലെ മതനിരപേക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് PMS സലാം പറഞ്ഞത്. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തത്. അതുകൊണ്ടാണ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിൽ യോജിച്ച പ്രക്ഷോഭം അത് ആലോചിക്കാവുന്നതാണ്. അതായത് ഈ TP രാമകൃഷ്ണൻ പറയുന്നത് UDF യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് UDF തയ്യാറാകുന്നില്ല, അവർ തടസ്സം നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴും PMS സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ PMS സലാം പറയുന്നത് യോജിച്ചുള്ള പ്രക്ഷോഭം ആലോചിക്കാമെന്നാണ്. അതായത് രണ്ട് വിഷയത്തിലും ഇരു പാർട്ടികൾക്കും രണ്ട് നിലപാടാണ് എന്ന് തന്നെ വേണം പറയേണ്ടി വരും. ഏതായാലും SIR ബന്ധപ്പെട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് നൽകിയിരിക്കുകയാണ്. കാർത്തു, ശരി, കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ SIR നീട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.